ഈ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ സമഗ്രമായിട്ടുള്ളൊരു പഠനത്തിൻ്റെ ആവശ്യം തന്നെയുണ്ട്. ഇന്നിപ്പോൾ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ഒരു ഏതാനും ദിവസങ്ങളായിട്ടുള്ള ഒരു ഭീമമായിട്ടുള്ള അസുഖത്തെക്കുറിച്ച് നമ്മൾ പേടിച്ചിരിക്കുകയാണ്. അമീബ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. അപ്പം നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കുകയുണ്ടായി. കാരണം നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഒഴുക്ക് ജലത്തിൽ അഴുക്കില്ല എന്ന്. പക്ഷേ അങ്ങനെയുള്ള ഒഴുകുന്ന ജലങ്ങളിൽ നിന്ന് ഈ അമീബ അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള വൈറസുകൾ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണെന്ന് ഇതിനെ കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, നമുക്കൊരു അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതും ഒരു അസുഖം വരാതെ നോക്കുന്നതും രണ്ടാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ ഒരു മന്ത്രിയായിട്ട് മന്ത്രിതലത്തിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവർ അറിയപ്പെടുകയോ അല്ലെങ്കിൽ കാണുകയോ അറിയുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഒരു പരിധിയുണ്ട്. പക്ഷേ അതിനോട് ആ വകുപ്പിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാവരും സമഗ്രമായിട്ട് കൂട്ടായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ നല്ല വശം നമുക്ക് അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ആരോഗ്യവകുപ്പിനെ മാത്രം പറയുന്നൊരു സാഹചര്യമല്ല ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു പ്രദേശത്തിൻ്റെ ഒരു കാര്യങ്ങൾ തന്നെ എടുത്ത് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം എന്ന് പറയുന്ന ഒരു പ്രദേശം, ഈ പ്രദേശത്ത് ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 35 വർഷങ്ങൾക്ക് മുന്നേ പ്രസവം വരെ നടത്തിയിരുന്ന ഒരു ശുശ്രൂഷകൾ വരെ നടത്തിയിരുന്ന ഒരു ആശുപത്രിയായിരുന്നു. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഇതും നടത്തിയിരുന്ന ഒരു ഹോസ്പിറ്റൽ. അത്രയ്ക്കും നിരവധി രോഗികളെ കിടത്തി ചികിത്സിച്ചിരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് അതിൻ്റെ അവസ്ഥയുമായി ഗ്രേഡ് ഉയർത്തി ഇന്നത് താലൂക്ക് ഹോസ്പിറ്റലാവുകയും ചെയ്തു. ആ ഗ്രേഡ് ഉയർത്തി ഇന്നിപ്പം ഈ അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വളരെ നല്ലൊരു കെട്ടിടമാണ്, 4-5 നിലയുള്ള വലിയൊരു കെട്ടിടമാണ് അവിടെ നിർമ്മിതി പൂർത്തീകരിക്കുന്നത്. പക്ഷെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ സാധാരണക്കാരുടെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എത്തുന്നത് സാധാരണക്കാരാണ് എത്തുന്നത്. അവരൊരു ദിവസത്തെ നിത്യവരുമാനത്തിൽ നിന്ന് ഈ ഉണ്ടാവുന്ന അസുഖത്തിൽ നിന്ന് ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്തുന്നത് ഈ പറഞ്ഞ പ്രാഥമിക അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അതിൻ്റെ ചികിത്സ കിട്ടാതെ വരുമ്പോൾ അവർ പിന്നെ ആശ്രയിക്കേണ്ടി വരുന്ന മറ്റുള്ള സ്വകാര്യ ആശുപത്രികളെയാണ്. അപ്പോൾ തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും ആശ്രയമാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു കെട്ടിട സമുച്ചയം ഉണ്ടെങ്കിലും അവിടെ നിരവധി ബെഡുകൾ ഈ പറഞ്ഞ രീതിയിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതെല്ലാം ഇന്ന് തുരുമ്പിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ്. അവിടെ കിടത്തി ചികിത്സിക്കുന്ന ഒരു സാഹചര്യമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടറും ബാക്കി 4 ഡോക്ടർമാരും ചേർന്ന ഒരു സംഘം മാത്രമാണ്. അത് ഏകദേശം പകൽ സമയം മാത്രമായിട്ടുള്ള ഒരു ചികിത്സയിൽ കടന്നിരിക്കുകയാണ്. ഇവിടെ കിടത്തി ചികിത്സയോ അല്ലെങ്കിൽ മറ്റ് സ്പെഷ്യലായിട്ടുള്ള ചികിത്സകളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതുപോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വളരെ ഭീമമായിട്ടുള്ള തുക നൽകി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 10-40 വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രസവം വരെ നടന്നിരുന്ന ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ഈ സാഹചര്യങ്ങൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ സ്വകാര്യ ആശുപത്രികൾ ഇതിനോട് അനുബന്ധിച്ച് നിരവധി ആശുപത്രികളാണ് ഉണർന്നിരിക്കുന്നത്. കാരണം ഇന്ന് പ്രസവം എന്ന് പറയുന്നത് ഒരു മരീചികയായിട്ട് മാറിയിരിക്കുകയാണ്. നടക്കുന്ന എല്ലാം സിസേറിയൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം വെറും സാമ്പത്തിക കൊള്ള മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റലുകളിൽ യഥാവിധി ഇവിടെ ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കടമകൾ നിർവഹിക്കാത്തതിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ അനുഭവിക്കുന്നതിൻ്റെ കാര്യം. ഇപ്പോൾ പറഞ്ഞ ഈ അസുഖം ഇതേ രീതിയിലുള്ള മസ്തിഷ്ക ജ്വരം ഉണ്ടാകാനുള്ള സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആശുപത്രിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളവിടുന്ന് പുറകോട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആശുപത്രിയോട് അനുബന്ധിച്ച സാഹചര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. ഇവിടെ ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട്. ഈ ഹൈവേയുടെ അവസ്ഥ നമ്മളൊന്ന് പഠിച്ചാൽ മനസ്സിലാകും ഇവിടെ ഏതൊക്കെ സാഹചര്യമാണ്. കാരണം ശരിയായ രീതിയിലുള്ള ഒരു അഴുക്കുചാൽ നിർമ്മാണം, അതായത് ഓടകളുടെ നിർമ്മാണം, അല്ലെങ്കിൽ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്നു.
അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ അഴുക്ക് ജലം ഈ പറഞ്ഞ റോഡിലേക്ക് കടക്കുകയും അത് ആളുകൾക്ക് ശരീരത്തിലൂടെ പലതരത്തിലുള്ള അണുബാധയ്ക്ക് പ്രവേശനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ശരിയായ രീതിയിലുള്ള വേസ്റ്റ് ലൈനുകൾ ഈ റോഡുകളുടെ നിർമ്മാണത്തിൽ കൃത്യമായ രീതി പഠനത്തിന് അനുയോജ്യമായി ചെയ്യുമായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവത്തില്ല. നമുക്കറിയാം, ഇന്ന് മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ തന്നെ മത്സ്യമാണേലും അതുപോലെ തന്നെ മീറ്റാണേലും ഇങ്ങനെയുള്ളവയുടെ എല്ലാം ഒരു മാർക്കറ്റ് ഈ മണിമല ആറിൻ്റെ തീരത്തോട് അനുബന്ധിച്ച് നിർമ്മിക്കുകയുണ്ടായി. അപ്പോൾ ഒരു മാർക്കറ്റ് നിർമ്മിക്കുമ്പോൾ പ്രാഥമികമായിട്ടുള്ളൊരു പഠനം ഉണ്ടാവണം. ആ പഠനം എന്ന് പറയുന്നത് ആ മാർക്കറ്റിൽ മത്സ്യത്തിൻ്റെ വേസ്റ്റുകളും ആ ജലങ്ങളും ഇത് ഡംപ് ചെയ്ത് കൃത്യമായ രീതിയിൽ ആ വേസ്റ്റിനെ നീക്കം ചെയ്യാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു നിർമ്മിതിയോട് കൂടിയായിരിക്കണമായിരുന്നു ആ ഒരു ഈ സ്ഥാപനത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ അവിടെ ഈ പറഞ്ഞ മാർക്കറ്റുകൾ ഏതാനും ദിവസം മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ബാക്കിയുള്ള ഏതാനും ദിവസങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു പ്രവർത്തനം അവിടെ ശുഷ്കിച്ചു പോവുകയുണ്ടായത്. ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് കൃത്യമായിട്ടുള്ള മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കുന്നത് എന്താണ്, കച്ചവടങ്ങളുടെ ആ വ്യക്തികളുടെ താല്പര്യപ്രകാരം അത് സ്റ്റോപ്പായി പോവുകയും അവരവർ സ്വന്തമായിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ രീതിയിലുള്ള മാർക്കറ്റുകൾ അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൽ ഈ പറഞ്ഞ മാർക്കറ്റിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാൻ പറ്റും, ഈ പറഞ്ഞ ഈ മത്സ്യത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള ഇങ്ങനെയുള്ള വസ്തുക്കളുടെ ഈ വേസ്റ്റുകൾ ഒഴുകുന്നത് അത് ഏത് തരത്തിലാണ്, എങ്ങനെയാണ്, എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ മണിമല ആറിൻ്റെ ആ തീരത്തേക്ക് നോക്കുകയാണെങ്കിൽ മുണ്ടക്കയം, അതായത് ഈ ടൗണിൽ നിന്ന് പോകുന്ന മലിനജലം ഒഴുകി വീഴുന്ന ഒരു ഓവുചാലുണ്ട്. ഈ ഓവുചാലിലൂടെ ഒഴുകി വീഴുന്ന ആ ജലത്തിൻ്റെ നിറവും അല്ലെങ്കിൽ ആ വീണ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് ചേരുന്ന വശത്തെ ആ ജലത്തിൻ്റെ അവസ്ഥയും അവിടുത്തെ ദുർഗന്ധവും കണ്ടു അറിയാം എന്തുമാത്രം മലിനജലമാണ് ഓരോ നിമിഷവും ആ ഒരു നീരൊഴുക്കിലേക്ക് കടന്നു വരുന്നതെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ കടന്നു വരുന്നത് മൂലം സംഭവിക്കുന്നത് എന്താണ്, ഇതിലൂടെ വീണ്ടും അനേകായിരം രോഗകാരിയായിട്ടുള്ള ബാക്ടീരിയകൾ അവിടെ വീണ്ടും ആ ജലത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ ഈ കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ താഴെ വശങ്ങളിലേക്ക് ഈ വെള്ളത്തിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ കുളിക്കാനും മറ്റു കാര്യത്തിനും ആശ്രയിക്കുന്നവർക്ക് ഇതിലൂടെ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പ്രാഥമികമായിട്ട് അവിടുന്നേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. എന്താണ് ഇവിടെ അടിസ്ഥാനപരമായിട്ട് നല്ല വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യം ഒരുക്കിയെടുക്കണം. ഇപ്പോൾ തന്നെ അറിയാം, ഈ കഴിഞ്ഞൊരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഈ പ്രദേശങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ എല്ലാ ജലാശയങ്ങളും നിറഞ്ഞ് നമ്മുടെ പ്രദേശങ്ങളിലേക്ക് മൊത്തം എന്ത് ചെയ്ത് ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ പ്രവേശനം ഉണ്ടായി, ജലത്തിൻ്റെ പ്രവേശനം ഉണ്ടായി. ഈ പ്രവേശനം ഉണ്ടായപ്പോൾ നമ്മുടെ ഒരു ഭവനത്തിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിണറുകളും അതുപോലെ തന്നെ നമ്മുടെ വിസർജ്യമായിട്ടുള്ള ടാങ്കുകൾ, അതിൻ്റെ ടാങ്കുകളും എല്ലാം ഒറ്റ നിരപ്പിൽ നിറഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്, ഈ ഏറ്റവും കൂടുതലായിട്ട് അതായത് ഈ മലിനജലത്തിൽ, അതായത് മനുഷ്യൻ്റെ വിസർജ്യ വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയകൾ, ഇത് കോളിഫോം ബാക്ടീരിയ വളരെ കൂടുതലായിട്ട് ഈ ജലങ്ങളിൽ വ്യാപിക്കുകയുണ്ടായി. ഈ ബാക്ടീരിയകളാണ് ഏറ്റവും കൂടുതൽ ഈ വ്യാപിച്ച് ഈ നമ്മുടെ കിണറുകളിലും അത് ശുദ്ധജലത്തിൻ്റെ എല്ലാവിധ സ്രോതസ്സുകളിലും ഈ മലിനജലത്തിൻ്റെ ഈ കോളിഫോം ബാക്ടീരിയയുടെ കണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സാന്നിധ്യം നിറഞ്ഞുപോയി. അപ്പോൾ ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും രോഗകാരികളായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇവിടെ നമ്മൾ ഒരുക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ നീരൊഴുക്ക് ചാലുകളിൽ ഈ കെട്ടിക്കിടക്കുന്ന എന്തുകൊണ്ടാണ് ഈ പെട്ടെന്ന് ഒരു മഴ പെയ്യുമ്പോഴേ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞാൽ ഈ വെള്ളമൊഴുക്കിലൂടെ കടന്നു വരുന്ന മണലുകൾ നിറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഈ മണലുകൾ ഈ ആറ്റിൽ നിന്ന് വാരി മാറ്റുമ്പോൾ തന്നെ കുഴികളെല്ലാം യഥാവിധി പഴയ അവസ്ഥയിലേക്ക് എത്തുകയും വെള്ളത്തിൻ്റെ ഈ ഫ്ലഡ്, അതായത് ഈ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ മണൽ ഇവിടുന്ന് നീക്കം ചെയ്യാൻ സാധിക്കാതെ വരുന്നത്? ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? അവിടെ നമുക്ക് മനസ്സിലാക്കാം, പുറകോട്ട് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ, ഇവിടെ ക്വാറികൾ, പാറമടകൾ, ഈ പാറമടകൾ ഒരിക്കൽ നമുക്ക് ഏതൊക്കാലം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടതാണ്. ഭവനമാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും നിർമ്മാണത്തിന് കല്ലുകൾ ആവശ്യമുണ്ട്, അതുപോലെ റോഡിൻ്റെ ടാറിങ്ങിനാണെങ്കിലും കോൺക്രീറ്റിനാണെങ്കിലും മെറ്റലുകൾ ആവശ്യമുണ്ട്, സോളിങ് ആവശ്യമുണ്ട്, ചിപ്സുകൾ ആവശ്യം. പക്ഷെങ്കിൽ ഇവിടെ പാറമണൽ ഇവിടെ എടുത്തുകൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള
ഈ സ്വകാര്യ വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ നമ്മൾ ജനപ്രതിനിധികൾ പോലും ഇതിനെതിരെ ശബ്ദം ഉയർത്താതെ അവർക്ക് വേണ്ടി മൗനാനുവാദം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മണലുകളുടെ യഥാർത്ഥ സ്രോതസ്സുകൾ ആ യഥാർത്ഥ രീതിയിൽ വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന വലിയ നേട്ടങ്ങളും, അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി ആ അതാത് നീരുറവുകൾ ആ പഞ്ചായത്തിൻ്റെ ഒരു തനത് വരുമാനമായി മാറുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. ഇതൊന്നും ചെയ്യാതെ ഈ പറഞ്ഞ രീതിയിൽ കനാലുകളിൽ ഈ ഈ മണലുകൾ നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒറ്റ മഴയ്ക്ക് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ഈ പറഞ്ഞ തരത്തിലുള്ള എല്ലാവിധ ബാക്ടീരിയകളുടെയും വലിയൊരു സ്രോതസ്സായിട്ട് മാറുകയാണ് നമ്മുടെ എല്ലാ പ്രദേശവും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് അവരോട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള കാര്യം, ഇവർ അറിയപ്പെടുന്നതും അല്ലെങ്കിൽ അറിയുന്നതും ഇവരോട് സഹകരിക്കുന്നതുമായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ആ ഒരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് രോഗം വന്നിട്ട് ചികിത്സിക്കാതെ അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും സുരക്ഷിതത്വങ്ങളും നമ്മൾ ഉറപ്പുവരുത്തുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ടുള്ള മാർഗ്ഗരേഖകളും അതിനായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരു വകുപ്പ് തന്നെയല്ല. കാരണം ഇത് പല വകുപ്പിൻ്റെ ഓരോന്ന് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ പല വകുപ്പുകൾ ഇതിനകത്ത് പ്രവർത്തിക്കാനായിട്ടുണ്ട്. അപ്പോൾ പല വകുപ്പുകൾ ചേർന്നെങ്കിൽ മാത്രമേ ഈ ആരോഗ്യ വകുപ്പ് ഈ പറഞ്ഞ രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഓരോ സർക്കാർ ആശുപത്രികളും സാധാരണക്കാർക്കും എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടത്തക്ക രീതിയിലുള്ള അവസ്ഥയിലേക്ക് ഉയർത്തിയെടുക്കുവാൻ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിൻ്റെ ശ്രദ്ധയുണ്ടാവണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇവിടെ ഈ മന്ത്രിമാരുടെ ഒരു എൻക്വയറി ഉണ്ടെങ്കിൽ മാത്രമേ, കാരണം ഇവിടെ നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമ്മൾ ഏത് ചികിത്സയ്ക്ക് ചെന്നാലും അതിൻ്റെ എല്ലാം ചികിത്സയുടെ എല്ലാം ഓരോവിധ പരിശോധനകൾക്കും സ്വകാര്യ ലാബുകളിലേക്കും അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള മേഖലകളിലേക്കാണ് അയച്ചുവിടുന്നത്. ഈ ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് സാധാരണക്കാർക്ക് ജീവിക്കുവാൻ തക്കതായിട്ടുള്ള സാഹചര്യം ഒരുക്കുവാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.